നമസ്കാരം. മാഹിയിലുള്ള സ്ത്രീകൾ മുഴുവൻ അഭിസാരികകളാണെന്ന് PC ജോർജ് എന്ന മഹാന്റെ കണ്ടുപിടുത്താണ്. മാഹിയെ അധിക്ഷേപിച്ച BJP നേതാവ് PC ജോർജിനെതിരെ പ്രതിഷേധം കനക്കുന്നു. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മാഹി വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്നും ഗുണ്ടകളും റൌഡികളും കൂത്താടിയിരുന്ന സ്ഥലമായിരുന്നു എന്നും PC ജോർജ് പറഞ്ഞത്. നമ്മുടെ ഒറ്റ ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ മാഹി പ്രദേശം, അത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. സംസ്ഥാനം അങ്ങനെ ആക്കിയില്ല. 16 കിലോമീറ്റർ ആക്കി. കോഴിക്കോട് കണ്ണും തുറത്ത് 16 കിലോമീറ്റർ ആണ്. ആ 16 മീറ്റർ കഴിഞ്ഞ് 10 കൊല്ലമായി അല്ലെ 14 കൊല്ലമായി എന്തായിരുന്നു അവിടെ? വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ? ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന് രാത്രി സമയത്ത് ഗുണ്ടകളും റൗഡികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത്? ഇവിടെ മുതൽ 16 കിലോമീറ്റർ മരം മുഴുവൻ മരമായിരുന്നില്ലേ? നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. മഹത്തായ സാംസ്കാരിക പൈതൃകമുള്ള വികസന വഴിയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മയ്യഴിയെ വികലമായി ചിത്രീകരിച്ച് മയ്യഴി ജനതയെ മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ച BJP നേതാവ് PC ജോർജിന്റെ പ്രസംഗം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മാഹി MLA രമേശ് പറമ്പത്ത് പറഞ്ഞു. നാവിൽ വരുന്നത് എന്തും പുലമ്പുന്ന PC ജോർജ് മയ്യഴിയിലെ സ്ത്രീ സമൂഹത്തെ അടക്കം ജനങ്ങളെ ആകെ അപമാനിച്ചിരിക്കുകയാണ്. നമസ്കാരം. PC ജോർജ് പറഞ്ഞു എന്നുള്ളത് അത്ഭുതമൊന്നുമല്ല. മാഹി മുഴുവൻ കഴിഞ്ഞ 14 വർഷമായിട്ട് വേശ്യകളുടെ കേന്ദ്രമാണെന്ന്, തെരുവ് ഗുണ്ടകളുടെ കേന്ദ്രമാണെന്ന്, വഴി നടക്കാൻ പറ്റില്ല എന്ന്. അതിപ്പോൾ PC ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. കാരണം PC ജോർജ് അങ്ങനെയൊക്കെ പറയൂ. പക്ഷേ അവിടെ വലിയൊരു വേദി ഉണ്ടായിരുന്നു, BJPയുടെ വേദി. MT രമേശോ മറ്റോ അവിടുത്തെ കാൻഡിഡേറ്റ് കോഴിക്കോട്. അവരിരിക്കെ അവരുടെ പ്രസൻസിൽ, അവരുടെ സാന്നിധ്യത്തിനാണ് ഇയാൾ ഈ കൊഞ്ഞാണം വിദ്യ കാണിച്ചത്. അപ്പൊ എന്താ ഇയാളുടെ ഉദ്ദേശം വാസ്തവത്തിൽ? എന്തിനാണ് ഈ BJPക്കാര് എന്തിനാണ് ഈ BJPക്കാർ ഇങ്ങനെയുള്ള ഈ വോട്ട് കളയാൻ വേണ്ടി മാത്രം ഇത്ര ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നത് മനസ്സിലാവുന്നത്? എല്ലായിടത്തെയും സ്ഥിതി ചെയ്താ. തൃശ്ശൂരിൽ കോഴിയെ കൊണ്ട് നിർത്തിയിട്ട് അത് നിലാവത്ത് കിടന്ന് അലയുന്ന കോഴി എന്നൊക്കെ കേട്ടാൽ അതുപോലെ കിടന്ന് അലയാണ് നിലാവില്ലാത്ത സമയത്തും. ആകെ തൂറി മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഉള്ള വോട്ട് മുഴുവൻ അയാൾ കളയും. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്ന സമയത്ത് സുരേഷ് ഗോപി, ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അത് വേറൊരു കോടി, ഒരു ശുംഭൻ, ഒരു ഇക്കണ്ടൻ എന്നെല്ലാവർക്കും മനസ്സിലായി. അയാൾ അവിടെയുള്ള വോട്ട് മുഴുവൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റത്ത്. തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു ആരാണെന്നറിയോ? കോടീശ്വരനാണ്, ബഹുകോടീശ്വരനാണ്, ഒരുപാട് വിദ്യാസമ്പന്നനാണ്, ഇതാണ് കൃത്യമായിട്ട് തരൂര് മറുപടി പറഞ്ഞു. ഞാനൊരു പാവമാണ് കേട്ടോ. ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ എന്തോ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹം മറ്റേ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു കുമസന്റെ മകനാ, ഞാൻ ബോംബെയിലാണ് പഠിച്ചത്. പിന്നെ അച്ഛൻ്റെ സ്ഥലമാറ്റം കിട്ടിയപ്പോൾ കൽക്കട്ടയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഡൽഹിയിൽ വന്ന് പഠിച്ച സ്കോളർഷിപ്പ് കിട്ടിയാണ്ട് അമേരിക്കയിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു സാധാരണക്കാരനാണ്, നിങ്ങളെന്നെ വല്ലാതെ കയറ്റി ഓരോരുത്തരോടൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മറുപടി അതാണ്. ഇങ്ങനെ അവിടുത്തെ വോട്ട്, അതായത് വലിയവനാണ്, പണക്കാരനാണ്, കാറിലേ സഞ്ചരിക്കുള്ളൂ, സ്വന്തം ഹെലികോപ്റ്റർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പുച്ഛമാണ്. നാടൻ ഭാഷയിലെ പുജ്ഞം. ഇവിടെ ഈ ഞങ്ങൾ കോഴിക്കോട് തോറ്റു തരാം, ഞങ്ങൾ കോഴിക്കോട് തോറ്റുകൊള്ളാം എന്ന് ഈ BJPക്കാരെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? സംശയം അതാണ് ഇപ്പോൾ. കാരണം നമുക്കൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ എന്തും സംസാരിക്കാം, 2 തെറിവാക്കൊക്കെയും പറയാം, എന്ത് സംസാരിക്കാം. പക്ഷേ അത് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത്, കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സമയത്ത്, കൂട്ടുകാരോടൊപ്പം നടക്കാൻ പോകുന്ന സമയത്ത്, ഏതെങ്കിലും കരിങ്കമ്പ് കയറിയിരിക്കുമ്പോൾ നമുക്ക് അതൊക്കെയും പറയാം. പക്ഷെ അതേ സ്വകാര്യ സംഭാഷണത്തിൽ പക്ഷേ BJPക്കാരെല്ലാം തലതിരിച്ചിട്ടാ ചെയ്യുന്നത്. ആസനദ്വാരത്തിലൂടെ ആഹരിക്കും, വായിലൂടെ വിസർജിക്കും. ഇതാണ് BJPക്കാർ എല്ലായിടത്തെയും സ്ഥിതി ഇതാണ്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ അയാൾ തന്നെ മതി. അയാൾ തന്നെത്താൻ സെൽഫ് പോളിങ്ങനെ കിടുകിടുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. മാത്രമല്ല അയാളെ തോൽപ്പിക്കാൻ അയാൾ തന്നെ പരിശ്രമിക്കുമ്പോൾ
അതിനു വേണ്ടുന്ന ബാക്കപ്പ്. നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങളുണ്ടടാ കൂടെ, തോൽപ്പിക്കാൻ. അതിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്കാർ. അതിനനുബന്ധമായിട്ടുള്ള പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുണ്ട്. RV ബാബു പറഞ്ഞു, ഇവിടെ എന്തായാലും പറയാം മറ്റേ ഇവിടുത്തെ പള്ളി പാലിയൂർ സെന്റ് തോമസ് പള്ളി ഞങ്ങൾ പൊളിക്കും. കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം പറഞ്ഞു ഇത് വടക്കുന്നാഥന്റെ സ്വത്താണ്, അതും ഞങ്ങൾ ഏകദേശം നിരപ്പാക്കുന്ന അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന് ഇയാളുടെ വോട്ട് കുറയ്ക്കാൻ അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തിടുകയാണ്. ഇതുവരെ ഇല്ലാത്ത പുത്തമ്പള്ളി പ്രശ്നം, പാലിയൂർ പള്ളി പ്രശ്നമൊക്കെ അതിന് ഉദാഹരണമാണ്. നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യമാണോ അത് വേറെ കാര്യം. പക്ഷെ ഇത്തരം പ്രസ്താവന വന്നാൽ എങ്ങനെയാണ് പിന്നെ വോട്ട് കിട്ടുക? ഇവിടെ തൃശ്ശൂരിലെ സ്ത്രീകൾ, എന്നെ പഠിപ്പിച്ചൊരു സ്ത്രീ ഉണ്ട് അവിടെ, അവർക്ക് ഇപ്പോൾ ഒരുപാട് വയസ്സായി. അവർ വല്ലപ്പോഴും വിളിക്കും, ശാന്ത ടീച്ചർ എന്നാണ് പറയാം, വല്ലപ്പോഴും വിളിക്കും. ഒരു കുരിയച്ചറയാണ്. ഇത്തവണ വിളിച്ചിട്ട് പറയാ കുരിയച്ചറ പള്ളി പൊളിക്കുമോ. അവർ നല്ല എബിലിറ്റി ഉള്ള സ്ത്രീയാണ് കേട്ടോ. അപ്പൊ അവര് പറയാ, ഡാ മോനെ നിന്റെ ആൾക്കാർ എന്നെ അവര് പറയാ, ഞാൻ ഈ കാവി നിറായതുകൊണ്ട് പറയും, ഡാ അപ്പൊ ഞാൻ ഈ കാവി ധരിച്ചാൽ അവര് വിളിച്ച എപ്പോഴും പറയാ, ഡാ മോനെ ഞങ്ങളുടെ കുരിയച്ചറ പള്ളി പൊളിക്കുവോ എന്ന രീതിയിൽ അവിടെ പലരും അത് ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. BJPക്കാര് ആ അച്ഛൻ പറഞ്ഞു, മറ്റേ എന്തായാലും പറയാം, നാളൊരു അച്ഛൻ അവിടെ കയറി ചെന്നപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ BJPക്കാര് ക്രിസ്ത്യൻ വിരോധികളാണ്, അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും കാലഘട്ടമായിട്ട് മണിപ്പൂരിന്റെ കാര്യം നിങ്ങൾ എന്താ മിണ്ടാത്തത്? മാതാവിന്റെ ശിരസിൽ കിരീടം വെച്ചു, ചെമ്പ് കിരീടം വെച്ചു, അത് പറഞ്ഞു. മാതാവിന്റെ അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ പ്രതിമകളെ തല്ലിയുടച്ച കാര്യം അതെന്താ നിങ്ങൾ പറയാത്തത്? കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതിവിടെയുള്ള സാധാരണക്കാരുടെ മനസ്സാണ് ആ അച്ഛൻ ഇവിടെ തുറന്നു കാണിച്ചത്. അപ്പൊ ഏതായാലും ഇത്തവണത്തെ കാര്യം പോക്കാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ നരേന്ദ്രമോദി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോന്ന് അറിയില്ല. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചെറിയ രൂപത്തിൽ സമയം പിടിക്കും. ചിലപ്പോൾ അടുത്ത ഇലക്ഷനിലാവും, പിന്നത്തെ ഇലക്ഷനിലാവും 2 or 3 സീറ്റ് 4 or 5 സീറ്റ് കിട്ടും. അപ്പോൾ ആഞ്ഞു പിടിക്കുക, ഇവിടെ തോൽക്കൊണ്ട് ഞങ്ങളില്ല എന്ന് പറയുന്നതല്ലല്ലോ രാഷ്ട്രീയം. ആയതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച പോക്കറ്റിൽ ഒതുക്കി കാണിക്കുന്ന എല്ലാ തെമ്മാടത്തിനും കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തോൽക്കാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കും, ഇവർ തോൽക്കാൻ പോവില്ല, പിന്നെ എന്തിനാ ഇവിടെ ഇത്രയും കാൻഡിഡേറ്റ് ആവാൻ പിടിവലി? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊടകരപ്പണം അത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ടല്ലോ ബോണ്ട് പരിപാടിയും ചെയ്ത് ജനങ്ങളെ രാഷ്ട്രത്തെ വഞ്ചിച്ച് ചതിച്ചുണ്ടാക്കിയ പൈസ വേണ്ട എത്രയുണ്ടല്ലോ. ഏതായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഏതൊരു ക്രിസ്ത്യാനി ഒരു ചെറുപ്പക്കാരൻ അയാൾ വെള്ളം അടിച്ചിട്ടെന്ന് വെച്ചോളൂ, വെള്ളം അടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഈ വടക്കുനാഥൻ പൊളിക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ വിടുവോ? അവിടെ ആൾക്കാരെ വെറുതെ വിടുവോ? അയാളൊരു വട്ടനായിരിക്കാം, പക്ഷേ ഞങ്ങൾ ഈ വടക്കുനാഥൻ പൊളിക്കുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ക്രിസ്ത്യാനി പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു പറഞ്ഞാലും അതെ, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അത് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയാണ് ഈ വെള്ളം അടിച്ചിട്ട് സാധാരണക്കാർ പറയുന്നത്. ഇതാണ് ഈ വെള്ളം അടിച്ചിട്ട് സാധാരണക്കാർ പറയുന്ന കാര്യമല്ല. നേതാക്കന്മാര് അവിടെ എല്ലാവരും ഉണ്ട്. ഈ മറ്റേ 10-40 അടി നീളമുള്ള സ്റ്റേജിനകത്ത് നിറച്ച് കസേരയിട്ടിട്ടുണ്ട്. അതിൽ ഒരാളുടെ കുറവ് മാത്രമേ ഉള്ളൂ, കോഴിയുടെ കുറവ് മാത്രമേ ഉള്ളൂ. ഇനി അയാൾ സ്പെഷ്യലായിട്ട് വേറെ ചെന്നിട്ട് അവിടെ പരിപാടി കലക്കാനുള്ള പരിപാടി എന്ന് പറയുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടാണ് സമൂഹത്തിന് മുമ്പിൽ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. മാഹിയിലുള്ളൊരു പ്രവണത വേശ്യാസ്ത്രീകളുടേതാണെന്ന്, തെരുവ് വേശികളുടേതാണെന്ന്, തെരുവ് ഗുണ്ടകളുടേതാണെന്ന്, നിരവധി കള്ളുഷാപ്പുകൾ അവിടെയുണ്ട്, ബാറുകൾ അവിടെയുണ്ട്, വഴി നടക്കാൻ വയ്യ. അതൊക്കെയും പറഞ്ഞോട്ടെ. പക്ഷെ അവിടുത്തെ സ്ത്രീകള് കാലാകാലങ്ങളായിട്ട് മയ്യഴി എന്നാണ് മാഹിയുടെ പഴയ പേര്. ഇപ്പോഴും മയ്യഴി എന്നാ വിളിക്കുക. മൂന്നന്റെ മയ്യഴിപ്പുഴ എന്നാ പറയുക. അങ്ങനെ മയ്യഴിപ്പുഴ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുകുന്ദന്റെ അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നനും മയ്യഴിയും മൂന്നനും രണ്ടല്ല. മൂന്നന്റെ നാട് മയ്യഴിപ്പുഴ, അതെ മയ്യഴി മൂന്നന്റെ നാട് മയ്യഴി, അങ്ങനെ പരസ്പര പൂരകങ്ങളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മഹത്തായ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് അവിടെ. അതിനെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, പണ്ടല്ല, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വേശ്യകളുടെ കേന്ദ്രമാണെന്ന് നുണ പറഞ്ഞല്ലോ. അയാളുടെ ശബ്ദമല്ലേ കേൾപ്പിച്ചത്. എന്തായാലും അതിന്റെ രേഖകൾ ഇവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇത് വെള്ളമടിച്ചിട്ട് കഞ്ചാവടിച്ചിട്ട് പറഞ്ഞ കാര്യമല്ല. എല്ലാ ബോധത്വം കൂടിയിട്ട് PC ജോർജിനെ കയറ്റി കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ തന്നെ പറയണം
എന്നും പറഞ്ഞുകൊണ്ട് മാഹിയിലുള്ള പ്രവണത വേശ്യാസ്ത്രീകളുടേതാണെന്ന് മാഹിക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയല്ലേ എവിടെ ചെയ്തത്. ഇനി മാഹിക്കാർ വേറൊരു കാര്യം എന്താ, കോഴിക്കോടിൻ്റെ അവിഭാജ്യ ഘടകമാണ് എല്ലാ അർത്ഥത്തിലും മാഹി അഥവാ മയ്യഴി. അതിൻ്റെ മയ്യഴി മുഴുവൻ ഫ്രഞ്ചുകാരൊന്നുമല്ല അവിടെ, കോഴിക്കോട്ടുകാരാണ് അവിടെയുള്ളത്. കോഴിക്കോടൻ സംസ്കാരം അവരുടേത്, കോഴിക്കോടൻ സംഗീതമാണ് അവരുടേത്, കോഴിക്കോടൻ ഭാഷയാണ് അവരുടേത്, കോഴിക്കോടൻ മര്യാദയാണ് അവരുടേത്, കോഴിക്കോടൻ സ്നേഹമാണ് അവരുടേത്, മാഹിക്കാരുടേതും. അപ്പം ആ രീതിയിൽ പറയുമ്പോൾ ഹിന്ദുത്വവാദത്തിൻ്റെ വിലക്കെ, സത്യം പറഞ്ഞതിനൊക്കെ അവിവേകം എന്നേ പറയാൻ പറ്റുള്ളൂ. വോട്ട് കയ്യിൽ നിന്ന് പോകും എന്നൊന്നും കരുതിയിട്ടില്ല. പിന്നെ ആലോചിക്കാം, അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന്. അവിവേകം, വിവേകത്തിൻ്റെ അഭാവം, അതാണ് സംഭവിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കോഴിക്കോട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേട്ടോ. ആയതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദത്തിൻ്റെ പേരിൽ ഇസ്ലാമോഫോബിയ അതിൻ്റെ പേരിൽ 10 വോട്ട് ആരെങ്കിലും BJPക്ക് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദുത്വവാദികൾ കുറേ ഉണ്ടാവുമല്ലോ. പിന്നെ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ വിറകൊള്ളുന്ന കുറേ പിള്ളേരുണ്ട്, പുതിയ കുറേ പിള്ളേരുണ്ട്, RSSന്റെ പിള്ളേർ. അവരാരെങ്കിലും 10 വോട്ട് ഇയാൾക്ക് കൊടുക്കാമെന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാഹിയിലെ ചെറുപ്പക്കാരിൽ, മാഹിയിലെ പുരുഷന്മാരിൽ, അല്ലെങ്കിൽ മാഹിയിലെ പെണ്ണുങ്ങൾ ഒരു വോട്ട് ചെയ്യൂ. നിങ്ങളുടെ അമ്മയെയാണ്, മാഹിക്കാരുടെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ അമ്മയാണ് വേശ്യ എന്ന് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരിമാരെയാ വേശ്യകളെന്ന് പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യമാരെയാ വേശ്യകളെന്ന് പറഞ്ഞത്, നിങ്ങളുടെ പെൺമക്കളെയാ വേശ്യകളെന്ന് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരിമാരെ അടക്കം നിങ്ങൾ വോട്ട് ചെയ്യൂ. ഇനി നാണവമാനുണ്ടി വോട്ട് ചെയ്യൂ. അല്ലെങ്കിൽ പിന്നെ അത് കൺസെന്റ് എടുത്ത് PC ജോർജ് പറഞ്ഞതെല്ലാം ശരി എന്നാവില്ലേ? മാഹിയിൽ നിന്ന് ഇനി ഒരു വോട്ട്, മറ്റേ അയാളുടെ പേരെന്താ, നേപ്പാളിയുടെ മുകളിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണല്ലോ അവിടെ ഉള്ളത്, മറ്റേ MT രമേശ്. അപ്പം അയാൾക്ക് നിങ്ങളിനി മയ്യഴിയുടെ പെട്ടി തുറക്കുന്ന സമയത്ത് അതിൽ ഒരു വോട്ടുണ്ടെങ്കിൽ അവൻ തന്തയ്ക്ക് പറക്കാത്തവനാ. അവൻ ഉച്ചയിസ്രം വിളിച്ചു പറയാ, എൻ്റെ അമ്മ ശരിയാ, PC ജോർജ് പറഞ്ഞതാ, എൻ്റെ അമ്മ മറ്റേ കേസന്യ എന്ന് പറയുന്നതിന് തുല്യല്ലേ എന്ന് ആലോചിച്ചു നോക്ക്. ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും 10 വോട്ട് അവിടെ ഇത്തവണ BJP കൊടുക്കാൻ ആരും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതും പോച്ച്. ഇതിനൊരു നിഷേധക്കുറിപ്പ് അവിടെ വെച്ച് പറയാം, ഉടനെ തന്നെ പറയാം. ഇങ്ങനെ പറയരുത് കേട്ടോ. രാഷ്ട്രീയക്കാരെ അതിനകത്തുണ്ടല്ലോ, MT രമേശ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ അവർ പറയാം, മേലെ പൊട്ടിയിട്ട് നോക്കൂ പറയരുതൊന്ന് സോറി പറഞ്ഞു, അവിടെ വെച്ച് പറയണമായിരുന്നു. അത് ഇത്രയും സമയമായിട്ട് നിഷേധക്കുറിപ്പ് വന്നിട്ടില്ല, അതിനെ നിഷേധിച്ച് പറഞ്ഞിട്ടില്ല, പുറത്തും പറഞ്ഞിട്ടില്ല, അവിടെ വെച്ചും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് BJPയുടെ അഭിപ്രായമാണ്. എവിടെയാണ് BJPക്ക് വോട്ട് കിട്ടാത്തത്? അവരെ വിളിക്കുന്ന വാക്കാണ് തന്തയ്ക്ക് പറക്കാത്തത്, തള്ളയ്ക്ക് പറക്കാത്തത്, താഴെ ഓളി, മറ്റേ മോൻ, മറിച്ചേ മോൻ. ഒരു നാണവും മാനവും ഇല്ലാതെ എന്നോടൊരിക്കൽ ചോദിച്ചു, സ്വാമി എന്താ തെറി പറയണേ? ഞാൻ RSSകാരനായിരുന്നു എന്നൊക്കെയല്ലേ ഇവിടെ പലരും പറഞ്ഞു പരത്തിയത്. അപ്പം ശാഖയെന്ന് പഠിച്ചോന്ന് വെച്ചോ, ശാഖയിൽ ഇപ്പം ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്, ഇത്തരം പച്ചത്തറി. അതായത് ഹിന്ദുത്വവാദം പേറാത്ത ആരെയും ഇവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കേരള ദേശത്തിന് ആലോചിച്ച് നോക്കുക, കേരള നാടിന് എന്തെങ്കിലും ഈ ഉപകാരം ഈ പാർട്ടി ചെയ്തിട്ടുണ്ടോ ചോദ്യം. O രാജഗോപാൽ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. O രാജഗോപാൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ O രാജഗോപാലിനെ വോട്ട് ചെയ്ത്, ഈ ചീഞ്ഞേപ്പിക്കല്ല വോട്ട് ചെയ്ത്. ആയതുകൊണ്ടാണ് O രാജഗോപാൽ മാറിയപ്പോൾ ചീഞ്ഞേപ്പി ചീഞ്ഞു, വളിഞ്ഞേപ്പി വളിഞ്ഞു, പുളിഞ്ഞേപ്പി പുളിഞ്ഞു. ഇനി വീണ്ടും O രാജഗോപാൽ വന്നാൽ അത് O രാജഗോപാലിനുള്ള വോട്ടാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ BJP ചെയ്തു മുഴുവൻ അപകാരങ്ങളാണ്. PC ജോർജിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് അറിയാത്തവരൊന്നുമല്ലല്ലോ BJPക്കാർ. എന്നിട്ട് PC ജോർജിനെ അവിടെ കൊണ്ടുവന്ന് എന്തിനാ? മനഃപൂർവ്വം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. തൃശ്ശൂരിൽ സുരേഷ് കോഴി വന്ന് തൂറി മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ അർത്ഥത്തിലും. അവൻ പരത്തുന്ന ദുർഗന്ധം കഷ്ടപ്പെട്ട് സഹിക്കുകയാണ് തൃശ്ശൂർകാർ. ഇനി ഒരിക്കൽ അവിടെ കയറി വരാത്ത വിധത്തിലാണ് അയാളുടെ നെഞ്ചത്ത് കുത്താൻ പോകുന്നത്. ഈ മെഷീനിട് വന്നാൽ മതി, അവിടെ കുത്തും. ഏതായാലും ഭാഗ്യത്തിന് കൊല്ലത്തുകാരൻ രക്ഷപ്പെട്ടു. ഇപ്പം കൊല്ലത്തുകാരനാ ഈ കോഴി. ഏതായാലും കൊല്ലത്തുകാർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതുപോലെ PC ജോർജ് പരത്തുന്ന ദുർഗന്ധം ഇത്ര നാളും അത് കോട്ടയം വരെ പകർന്നതേ ഉള്ളൂ. കോട്ടയം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പൂഞ്ഞാറ്, ആ ഏരിയ, പത്തനംതിട്ട, പൂഞ്ഞാറ്, ഈരാറ്റുപേട്ട ഭാഗത്ത് എത്തിയിരുന്നുള്ളൂ.
അയാൾ വിസർജിക്കുന്നതിന്റെ ദുർഗന്ധം. ഇപ്പോൾ അഖിലേന്ത്യാ പാർട്ടിയുടെ നേതാവായി മാറിയല്ലോ, BJPയുടെ അനിഷേധ്യ നേതാവായിട്ട് മാറിയല്ലോ. BJPയുടെ അഖിലേന്ത്യാ നേതാവ് ഇപ്പൊ അവിടെ 136ാമത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇയാൾ കൊടുക്കുന്ന പറയണേ. ചെല്ലുന്നവർക്കൊന്നും പറ്റിയില്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനം അവിടെ എത്ര വൈസ് പ്രസിഡന്റാണ് BJP ഉള്ളത് അവർക്കൊന്നും അറിയില്ല. ഏതായാലും ഇപ്പോൾ അഖിലേന്ത്യാ പാർട്ടി ആയതുകൊണ്ട് അയാൾ പടർത്തുന്ന വിസർജനം ഹിന്ദി ഇംഗ്ലീഷും അറിയാത്തതുകൊണ്ട് ഇനി പുറത്തേക്ക് പോവില്ല. കേരളത്തിൽ എല്ലാവർക്കും ഏറ്റുവാങ്ങേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ഡൽഹിയിൽ അഥവാ ഉത്തരേന്ത്യയിൽ BJP അഥവാ മോഡി, അമിത്ഷാ, യോഗി ഇവരൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്തർധാര അവർക്കെതിരെ സജീവമാണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ചു കാലം ചെന്നൈയിലും പിന്നെ കുറച്ചു കാലം ഡൽഹിയിലും ഋഷികേശിലും ഒക്കെ ആയിരുന്നു. അന്ന് എല്ലാവരും പറയും BJP ജയിക്കും, BJP ജയിക്കും. ആ പ്രതിപക്ഷത്തെ ആൾക്കാർ വലതുപക്ഷം ഇടതുപക്ഷം BJP ജയിക്കും എന്നാ പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് BJPക്ക് അനുകൂലമായിട്ട്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? അതേ ഉത്തരേന്ത്യയിൽ മൊത്തമായിട്ടും കേരളത്തിലും ഇപ്പോൾ ചർച്ച എന്താണ്? മോഡി അധികാരത്തിൽ വരുമോ വരില്ലേ? വരുന്നു തോന്നണില്ലെന്ന് കുറെ ആൾക്കാരും കഷ്ടിച്ചു വരുന്നു. വേറെ കുറെ ആൾക്കാർ മോഡി വരും എന്നാരും പറയുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച കാര്യം അറിയാലോ. എല്ലാ ഇന്റലിജൻസും എല്ലാ ബുദ്ധിജീവികളും എല്ലാ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, ധൈര്യമായിട്ട് മത്സരിച്ചോളൂ, പ്രതിപക്ഷം ഉണ്ടാവില്ല, ഇന്ദിരാഗാന്ധി മാത്രമേ ഉണ്ടാവുള്ളൂ. അടിയന്തരാവസ്ഥ എത്ര ഗംഗേമമായിരുന്നു, നാട് നന്നായല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അധികാരത്തിൽ കയറി. എന്തായി? ശുംഠേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം ആയതുകൊണ്ട് തന്നെ സൂര്യൻ ചിലപ്പോൾ നാളെ ഉദിച്ചില്ല എന്നും വരും. ലോകത്തിന്റെ ഗതിവിഗതികൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സൂര്യൻ ചിലപ്പോൾ നാളെ പടിഞ്ഞാറ് ഉദിച്ചെന്ന് വരും, അതും സംഭവിക്കും. എന്താ സംഭവിക്കുക നമുക്കറിയില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ആ ചന്ദ്രതാരകം മോഡിയും അമിത്ഷായും യോഗിയായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. അതിന് സാക്ഷാത്കാരം ഉണ്ടാവണമെന്നില്ല. അതിലേക്ക് ദൈവം തന്നെ കടാക്ഷിക്കണം. ദൈവം കടാക്ഷിക്കും തോന്നുന്നുണ്ടോ? ഏതായാലും ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും. അതാണ് ഇവിടെയുള്ള രാഷ്ട്രീയ വിചക്ഷണമാരിപ്പോ വിലയിരുത്തുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിട്ടതിനാൽ BJPക്ക് മാരകമായിട്ടുള്ള തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. വ്യക്തിപരമായിട്ട് ഡൽഹി നിവാസികൾക്ക് മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും, ഉത്തർപ്രദേശുകാരാവട്ടെ, ഹരിയാനക്കാരാകട്ടെ, പഞ്ചാബുകാരാകട്ടെ, രാജസ്ഥാനിലുള്ള ആൾക്കാരെ, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ അതേ വലിയ രീതിയിൽ ബഹുമാനിച്ചിരുന്നില്ല, സ്നേഹിച്ചിരുന്നു. ബഹുമാനത്തെക്കാൾ വലുതാ സ്നേഹം. നമ്മൾ കൊച്ചു കുഞ്ഞിനോട് നമ്മൾ ബഹുമാനം കാണിക്കാറുണ്ടോ? സ്നേഹമാണ് കാണിക്കുക. ആ സ്നേഹം ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് BJPക്കാരുടെയും BJP നേതാക്കന്മാരുടെയും തലയിൽ ഇടിത്തി വീഴുന്ന പോലെ വീഴുമ്പോൾ യാതൊരു സംശയവുമില്ല. പുറത്തുള്ള കേജ്രിവാള് അത് മനസ്സിന് കുളിർമ പകരുന്ന ഒരു സന്ധ്യാദീപമായിരുന്നു, തൊട്ടാലേ പൊള്ളുള്ളൂ. പക്ഷെ ഇപ്പോ കാരാഗൃഹത്തിലുള്ള കേജ്രിവാള് കത്തിജ്വലിക്കുന്ന കാട്ടുതീയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ട്, ആ ഏരിയയിൽ ഉത്തരേന്ത്യ ഭാഗത്ത് കാണുന്നുണ്ട്, ദക്ഷിണേന്ത്യയിലും പലയിടത്തും കാണുന്നുണ്ട്. വലുതായിട്ടുള്ള അവർ പ്രതീക്ഷിച്ചതിനും വലുതായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പ് അങ്ങനെ പരിപൂർണമായിട്ടും അസാധുവായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ സുഗമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു വട്ടം കൂടി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ മോഡിക്കത് ജന്മസാഫല്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെ വില കുറഞ്ഞ കളികൾ, തേർഡ് റേറ്റ് ചെറ്റത്തരങ്ങൾ, എല്ലാ കളികളും അദ്ദേഹം കളിക്കുകയാണ്. ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി അന്ന്. ആ കാലഘട്ടത്തിൽ ഈ നാഷണൽ തെരഞ്ഞെടുപ്പ് വരുന്ന, ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പ്രാവശ്യം കേരളത്തിലേക്ക് വരിക. ഒന്നര കോഴിക്കോട്, അല്ലെങ്കിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ കോട്ടയത്തിൽ എവിടെയും രണ്ടു കാലത്ത് പ്രസംഗിക്കുകയും അവർ പോവുകയും ചെയ്യും. ഇതിപ്പോൾ വാസ്തവത്തിൽ അവര് ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ച് തിരിച്ചു പോകുന്നതിന് പകരം ഇതിപ്പോൾ മാസത്തിൽ 1, 2, 3, 4, 5 എന്ന പോലെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആള് കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയും, പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന പോലെയാണ് എല്ലാ മുക്കിലും മൂലയും വന്ന് പ്രസംഗിക്കുന്നത്. കല്യാണത്തിന് പങ്കുകൊള്ളുന്നു, ഇനി കുളിമുറി ഉദ്ഘാടനത്തിന് പങ്കുകൊള്ളുന്നത് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലെ നെരിപ്പോട്,
അദ്ദേഹത്തിന്റെ മനസ്സിലെ വേവലാതി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയും വെട്ടും കുത്തുമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ BJP എവിടേക്കും കാലെടുത്ത് വെച്ചുവോ അവിടെല്ലാം സമൂഹം ഒന്നാകെ തമ്മിൽ ചേരിതിരിഞ്ഞ് ശത്രുതാബോധത്തോടുകൂടി സംശയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇവർ സംജാതമാക്കി വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോ ഹിന്ദുക്കളെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന മുസ്ലിങ്ങളെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന ക്രിസ്ത്യാനികൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. ഇതാരാ ഉണ്ടാക്കി വെച്ചത്? ഇതെന്തിനാ ഉണ്ടാക്കി വെച്ചത്? ഉത്തരേന്ത്യയിൽ ചെയ്ത പോലെ തീവ്ര ഹിന്ദുത്വം പടർത്തിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ തങ്ങളുടെ വലയിലാക്കി പിടിക്കുക. ഒരു കൂട്ടം ആൾക്കാരെ, അതാണല്ലോ 10-30% വെച്ചിട്ടല്ലേ ഭരിക്കുന്നത്. ആ തന്ത്രം അത് ഇവിടെയും പയറ്റാൻ ശ്രമിച്ചു. ഇളിഞ്ഞു വളിഞ്ഞു പുളിഞ്ഞു കേരള ജനതാ പാർട്ടി. കോഴി സുരേഷ് കോഴിയുടെയും ഹാൻസിന്റെയും പാർട്ടി അവിടെ അതേ തന്ത്രം ഇവിടെ പയറ്റാൻ നോക്കിയതാ. എന്തായി? അതായി മാറി. ദക്ഷിണേന്ത്യയിലെ തന്ത്രം ആകെ പാളി പോകണ്ടായത്. ഇന്നിപ്പോ ശ്രീരാമന്റെ പേരിൽ അവർ നടത്തുന്ന കൊലവിളി അവർ നടത്തുമ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾക്ക് ശ്രീരാമൻ വേണ്ടടേ എന്ന് പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടുകാർ. ദൈവങ്ങളുടെ പേര് വെച്ചും ദൈവങ്ങളെയും വിഭജിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ദൈവം, ഇതൊക്കെ അവർ പറഞ്ഞു ശ്രീരാമൻ ഞങ്ങളുടെ ദൈവം. അപ്പൊ ഇപ്പുറത്ത് പറഞ്ഞു ശ്രീരാമൻ നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് മുരുകൻ മതിയടേ. കേരളീയർ ഇനി പറയോ ഞങ്ങൾക്ക് അയ്യപ്പൻ മതിയെന്ന്? ഏതായാലും കാര്യങ്ങൾ, മതസ്പർദ്ധാ വിശേഷങ്ങൾ, ജാതി വിഭജനങ്ങൾ, എല്ലാവരും ഓരോ തുരുത്തുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയകൾ അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം വരുന്ന സമയത്ത് പരിപൂർണമായിട്ടും നിയമപരമായിട്ട് ചില കൺട്രോൾ ഉണ്ട്. അതുകൊണ്ടും നിയമപരമായിട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിലും ഏതിലും സംയമനം പാലിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ബോധത്തിനാലും തെരഞ്ഞെടുപ്പ് കാലം നമ്മുടെ രാജ്യത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു കാലഘട്ടം അതാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഡൽഹി കത്തിക്കാളുകയാണ്. ആ അഗ്നി ഇനി എവിടേക്കെല്ലാം പടരുമെന്നറിയില്ല. സുഗമമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനല്ല വേദി ഒരുങ്ങുന്നത് ഇന്ത്യയിൽ. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസ്സുകാർ അവരുടെ വോട്ട് സംഭരണത്തിനായിട്ട് നിശബ്ദമായിട്ട് അവർ വർക്ക് ചെയ്യേണ്ട അവർക്കൊരു രീതിയുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും LDFകാരും അവരും നിശബ്ദരായിട്ട് അവരുടെ വോട്ട് സംഭരണ തന്ത്രത്തിൽ അവരും പ്രവർത്തിക്കുന്നു. എന്നാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടോ എന്തോ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ ഇടയിൽ വിഘാതമുണ്ടാക്കി വെക്കുകയാണ് ഇപ്പോൾ BJPക്കാർ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അവർക്ക് ഇഷ്ടമല്ല. തെരഞ്ഞെടുപ്പ് അവർ കേൾക്കുന്നവർക്ക് ഇഷ്ടമല്ല. തെരഞ്ഞെടുപ്പ് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമായി മാറിക്കഴിഞ്ഞു. ഇത് ഏകാധിപത്യ പ്രവണതയുടെ ഒരു സൂചനയാണ്. അതിന്റെ മനോഗതമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിചാരങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യേച്ഛ, ഇതൊന്നും BJPക്കാരുടെ അന്തരംഗത്തിൽ കയറി കൂടിയിട്ടുള്ള വിഷയങ്ങളല്ല. ആയതുകൊണ്ട് തന്നെ സംശുദ്ധമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സ്ഫടികം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ മനസ്സിലില്ല. തെരഞ്ഞെടുപ്പിൽ എന്ത് മഹിമ, എന്ത് അന്തസ്, എന്ത് ആവിയാത്യം എന്ന് ചിന്തിക്കുന്നവരാണ് BJPക്കാര്. എന്ത് നീതിന്യായ മര്യാദയുടെ അളവുകൾ വെച്ച് നോക്കിയാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരിക്കലും നീതീകരിക്കാനാവാത്ത കാര്യമാണ് കേജ്രിവാളിന്റെ അറസ്റ്റിലൂടെ ഉണ്ടായിട്ടുള്ളത്. BJPക്കാരല്ലാത്തവരെ അവർ അധിക്ഷേപിക്കുന്നു, അപഹസിക്കുന്നു, അപകടത്തിൽപ്പെടുത്തുന്നു. ഇന്ത്യ ഹിന്ദുത്വവാദികളുടെ മാത്രമാണെന്ന സവർക്കറുടെ സിദ്ധാന്തം ആണ് അവരുടെ മനസ്സിലുള്ളത്. PC ജോർജിന്റെ അധിക്ഷേപം ഒരിക്കൽ പോലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അതാണ് BJPയുടെ ശൈലി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള PC ജോർജിനെ പോലുള്ള വിഷവിത്തുക്കളെയാണ്, സമൂഹത്തിൽ തീ പടർത്തുന്നവരെയാണ്. PC ജോർജ് ഒരു കുട്ടിക്കുരങ്ങൻ മാത്രം. ആ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് മാന്തിക്കുകയാണ് BJPക്കാര്. ഏതായാലും BJPയുടെ കാൻഡിഡേറ്റും അല്ലെങ്കിൽ BJPയുടെ കീഴാദികളൊന്നും ഇനി മാഹിയിൽ പോകാതിരിക്കാൻ നല്ലത്. മാഹിയിലെ സ്ത്രീകളായിരിക്കും നിങ്ങളെ കൈകാര്യം ചെയ്യുക. കാരണം നിങ്ങളെന്താ പറഞ്ഞു വെച്ചിട്ടുള്ളത്? മാഹിയിലെ സ്ത്രീകൾ മുഴുവൻ വേശ്യകളാണെന്ന്. ഇനി അടി എത്ര ഊക്കോടുകൂടി കിട്ടുന്നു, എത്ര പ്രാവശ്യം കിട്ടുന്നു, അതിന് കണക്കെഴുതി വെക്കേ വേണ്ടു. ഉറപ്പാണ് മാഹിയിൽ ചെന്നാൽ അടി, യാതൊരു സംശയവുമില്ല. BJPക്കാർക്ക്, ചെഞ്ഞേപ്പിക്കാർക്ക്, വളിഞ്ഞേപ്പിക്കാർക്ക് കയ്യിൽ കെട്ടും, നെറ്റിൽ പൊട്ടും തൊട്ടവിടെ ചെന്നാൽ അടി.